വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുരേഷ് ഗോപിയെ കുറിച്ച് എന്താ അഭിപ്രായം? അഭിപ്രായം? സുരേഷ് ഗോപി നല്ലവൻ, നല്ലവൻക്ക് നല്ലവൻ എന്നൊക്കെ പറയില്ലേ? പിന്നെ സുരേഷ് ഗോപിക്ക് ഉള്ള ചെറിയ കുറ്റമെന്ന് പറഞ്ഞാൽ പലരും പറയുന്നത് BJP ചേർന്നു എന്നുള്ളതാണ്. BJP ചേർന്നതുകൊണ്ടാണല്ലോ MP ആയതും കേന്ദ്രമന്ത്രി ആയതും. വർഷങ്ങളോളം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ UDFിനും കൂടെ നടന്നിട്ട് അവിടെ സീറ്റ് കിട്ടും, ഇവിടെ സീറ്റ് കിട്ടും, സുരേഷ് ഗോപി ആരും കൊടുത്തില്ല. എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. ആള് മാറി, അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ സുരേഷ് ഗോപിയെ കുറിച്ച് എനിക്ക് എല്ലാ കാലത്തും ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിയെ കുറിച്ച് എപ്പോഴും നല്ല അഭിപ്രായം ഉണ്ടായിട്ടുള്ളൂ. വ്യക്തിപരമായിട്ട് പലർക്കും മൈനസ് പോയിന്റുകൾ ഉണ്ടായിരിക്കാം. തൊഴിലിനെ കുറിച്ച് സംസാരിക്കുന്നു. തൊഴിൽ ചെയ്യുന്നിടത്ത് സുരേഷ് ഗോപിക്ക് അറിയിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് അറിയാവുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം മോശമാണെങ്കിൽ ദേശീയ അവാർഡ് കിട്ടില്ലല്ലോ. കിട്ടും. ജയരാജന്റെ കളിയാട്ടത്തിലൂടെ അവാർഡ് അടിച്ചുകൊണ്ട് വന്നില്ലേ? നിസ്സാര കാര്യമാണോ? ദേശീയ അവാർഡ് വെച്ചാൽ 5-6 സിനിമ മത്സരിക്കുന്നതല്ല. ബേസിക് ആയിട്ട് അയാൾ നല്ലൊരു ജനമാണ്. അപ്പം പിന്നെ ചോദിച്ച ചോദ്യമാണത്, സുരേഷ് ഗോപിയാണോ മമ്മൂട്ടിയാണോ കണക്ക് കൂട്ടുന്നതിൽ മികച്ചു നിൽക്കുന്നത്? കണക്കിന്റെ വിഷയം നമുക്കറിയില്ല. നിങ്ങൾ ഉദ്ദേശിച്ച കണക്ക് എന്താണ്? അല്ല, ഞാൻ ഉദ്ദേശിച്ച കണക്ക് വേറൊന്നല്ല. ഈ സിനിമയില് ചിലർ പറയാറുണ്ട്, മമ്മൂട്ടി ഈ കഥയിൽ ഇടപെട്ടാൽ ഒരു സിനിമ പരാജയപ്പെടണം തോന്നിയാൽ മമ്മൂട്ടി ഏൽപ്പിച്ചാൽ മതി. മമ്മൂട്ടി ചില നിർദ്ദേശങ്ങളൊക്കെ പറയും. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സിനിമ ചെയ്താൽ ആ പടം 8 നിലയിൽ പൊട്ടിയിരിക്കും. ഉദാഹരണം നിരവധി എന്ന് പറയുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അത് അന്ധകാലം. ഇപ്പോഴത്തെ മമ്മൂട്ടി അങ്ങനെയല്ല. കണക്ക് കൂട്ടി ശരിക്ക് കൃത്യമായിട്ട് വന്ന് നല്ല നല്ല കഥാപാത്ര സിനിമയും BJP കണ്ടിട്ടുണ്ടല്ലോ. അവിടെ സുരേഷ് ഗോപി ആയിട്ടൊരു കമ്പാരിസൺ ഇല്ല. പക്ഷെ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞൊന്നും മോശമായിട്ടില്ല. എൻ്റെ ഓർമ്മയിലുള്ളത് ഇവിടെ ലേലം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അതിന് 2ാം ഭാഗത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. ലേലത്തിലെ ചാക്കോച്ചി കലക്കിയിട്ടില്ലേ? അത് പോലീസ് വേഷം അല്ല. അപ്പോൾ ജോഷി ചെയ്യുന്ന ആ ലേലത്തിലേക്ക് രഞ്ജി പണിക്കരാണ് എഴുതിട്ടോ. ലേലത്തിലാണ് വന്ന് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സുരേഷ് ആലോചിച്ചപ്പോൾ എപ്പോഴും സുരേഷിനെ രക്ഷപ്പെടുത്തിയിട്ട് പോലീസ് വേഷങ്ങളാണ്. അപ്പം രഞ്ജി കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഷാജിക്കും അറിയാം. അപ്പം ഇവർ നല്ല തിക്ക് ഫ്രണ്ട്സാണ്. വെറും സിനിമക്കാരല്ല. എടാ പോടാ വിളിച്ച് എന്താ അവരെന്തും രഹസ്യമായിട്ട് പലതും പറയും, പലതും ചെയ്യും. സുരേഷ് ഗോപി രഞ്ജി ഉള്ളപ്പോഴും ഷാജി ഉള്ളപ്പോഴും പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ലേലത്തിന് മുൻപ് എനിക്കൊരു പടം പെട്ടെന്ന് ചെയ്യണം. പടം പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ജോഷിയേട്ടന് അറിയാനും പാടില്ല, ലേലത്തിന് പകരമാണെന്ന് തോന്നാനും പാടില്ല. ഒരു പോലീസ് സ്റ്റേഷനിലുള്ള പടം ചെയ്യണം. അത് ഏത് പോലീസ് സ്റ്റേഷനോ? അല്ല, രഞ്ജി ഒരു കഥ പറഞ്ഞില്ലേ, ഭരചന്ദ്രൻ കഥാപാത്രമായിട്ടുള്ളത്? അത് സൂപ്പറാണത്. ഭരചന്ദ്രൻ IPSന്റെ മുമ്പ് കമ്മീഷണറാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. അത് നമ്മൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത് ചെയ്തിട്ട് ഈ മറ്റേ ജോഷി ചേട്ടൻ്റെ പടത്തിലേക്ക് വരുന്നതാണ് നന്നായിരിക്കുക. അപ്പം ആലോചിച്ചപ്പോൾ ശരിയാണ്. ആ പോലീസ് ഗെറ്റപ്പ് മാത്രമല്ല, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ഷൻ, നല്ല സിനിമ, നല്ല മൂഡിലുള്ള സിനിമയാണ്. പ്രത്യേകിച്ച് രഞ്ജി പണിക്കരുടെ ഡയലോഗുകൾ ഈ ടേക്കിങ്സിൻ്റെ കാര്യത്തിൽ ഒരു അപാര സാധനമാണ് ഷാജി. അപ്പം അങ്ങനെ ശരി ചെയ്യുക. അങ്ങനെയാണ് ഈ കമ്മീഷണർ അവർ പെട്ടെന്നുണ്ടാക്കിയത്. അതുണ്ടാകാൻ കാരണം സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ കണക്ക് കൂട്ടലാണത്. കാരണം ഓരോരോ കാലഘട്ടങ്ങളിൽ പ്രേക്ഷകരിലുണ്ടാകുന്ന മാറ്റം അടുപ്പിച്ച് ഒരേ തരത്തിലുള്ള സിനിമ കൊണ്ടാൽ സിനിമയുടെ കാര്യമാണ്. അടുപ്പിച്ച് നമ്മൾ ഒരേ ആകാരം തന്നെ കഴിയുമ്പോൾ ഒരു ഇച്ചിരി മടുപ്പൊക്കെ തോന്നും. ഒരു വെറൈറ്റി കൂടി കൊടുത്താൽ സന്തോഷമാവില്ലേ എന്ന പോലെ ഇടയ്ക്ക് ഒരു വെറൈറ്റി, ഇതിന് പുട്ടിന് പീര കണക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് നന്നായിരിക്കും. ആ കമ്മീഷണർ ബമ്പർ ഹിറ്റായില്ലേ? ഇത് അവിടെയാണ് കമ്പാരിസൺ വന്നത്. ഇത് സുരേഷ് ഗോപി ആയതുകൊണ്ട് കണക്ക് കൂട്ടിയിട്ട് ബമ്പർ ഹിറ്റായി. ഇതേ സ്ഥാനത്ത് പഴയ മമ്മൂട്ടി ആണെങ്കിൽ ഈ പടം ഫ്ലോപ്പായി എന്ന് പറഞ്ഞു വന്നതാണ്. അത് വിട്, അത് കണക്ക് കൂട്ടുകൾ പലർക്കും തെറ്റാം. ഇപ്പൊ നമ്മൾ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് വിചാരിച്ച പടങ്ങൾ പലതും ഹിറ്റാവുന്നില്ലോ, മുടക്കുമുതൽ കിട്ടുന്നില്ലോ. എന്നിട്ടും ഇപ്പൊ വെറുതെ കോടി എന്ന് പറഞ്ഞു വരില്ലേ? അപ്പം അതിനുശേഷമാണ് ഇത് ബമ്പർ ഹിറ്റായതിനു ശേഷമാണ് കൃത്യമായ ഡേറ്റിന് ജോഷിയുടെ പടത്തിൽ അഭിനയിക്കാൻ പോയത്. പോയിട്ട് ആ പടം ഗംഭീരായി. അതായത് ഒരു കാലഘട്ടത്തിൽ സുരേഷ് ഗോപി അഭിനയിച്ച 90% സിനിമകളും ബമ്പർ ഹിറ്റുകളായിരുന്നു. അത് പോലീസ് വേഷമുണ്ട്, നാടൻ വേഷമുണ്ട്, വീട്ടുവേഷമുണ്ട്,
എല്ലാ വേഷങ്ങളും അഭിനയിക്കാൻ കഴിവുള്ളൊരു നടനാണ് സുരേഷ് ഗോപി എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ ഓരോ വ്യക്തികളെയും കുറിച്ച് അസൂയ ഉണ്ടായിരിക്കും. അസൂയ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അത് നിങ്ങളുടെ മാത്രം അഭിപ്രായവും കേൾവിയും മാത്രമാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാവുന്നു, സുരേഷ് ഗോപി എപ്പോഴും നല്ലവൻ തന്നെ, നന്മ നിറഞ്ഞവൻ തന്നെ എന്ന് പറയാനേ എനിക്ക് കഴിയും.